Welcome back my channel HR Creative. Once again welcome back. നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലെ ഹിഡൻ സ്റ്റോറി ഹാക്സ് ആണ്. അതിന് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എൻ്റെ സ്റ്റോറി സെക്ഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഇമേജ് സെലക്ട് ചെയ്യുക. നമ്മൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഇമേജിന്മേൽ ലോങ് പ്രസ് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത കളർ ഇപ്പോൾ സ്ക്രീൻ മൊത്തം നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇറേസർ ടൂൾ എടുക്കുക, എന്നിട്ട് നമ്മൾ സൈസ് കറക്റ്റ് ആക്കിയ ശേഷം ഇറേസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് പരമാവധി ഭംഗിയാക്കാൻ നോക്കുക ഈ ഫോട്ടോ. നമ്മുടെ അടുത്ത ട്രിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി സെക്ഷൻ തന്നെയാണ്. സ്റ്റോറി സെക്ഷനിൽ പോയിട്ട് നമ്മൾ ഒരു ക്യാപ്ഷൻ എഴുതാനാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു പിക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ക്യാപ്ഷനാണോ അവിടെ കൊടുക്കേണ്ടത് ആ ക്യാപ്ഷൻ എഴുതുക. ഞാനിപ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണ് എഴുതുന്നത്. ഇതിന് ശേഷം നമ്മൾ ആ ഗുഡ് മോർണിംഗ് എഴുതി മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കളറിന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കളർ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് രണ്ട് സൈഡിലേക്ക് ഒരേ ടൈമിൽ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്തേക്ക് കാണാൻ സാധിക്കും ഓരോ അക്കത്തിനും ഓരോ കളറായി മാറിയിട്ടുണ്ടാവും. നമ്മുടെ അടുത്ത ട്രിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഗാലറിയിൽ നിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് 3D ഷേപ്പിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ടെക്സ്റ്റ് ടൂൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ പേരോ, ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹലോ എന്നാണ്, അത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. നല്ലൊരു പൊസിഷനിൽ അത് കൊണ്ടുപോയി വെക്കുക. അതിന് ശേഷം നമ്മൾ സൈസൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ സൈസിൽ തന്നെ നമ്മൾ അതേ ടെക്സ്റ്റ് വേറൊരു കളറിൽ, ഞാനിപ്പോൾ റെഡ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ അതേപോലെ അതേ ടെക്സ്റ്റ് തന്നെ ചെയ്യണം. കറക്റ്റ് ഷേപ്പ് അതേപോലെ ആക്കിയിട്ട് അതിനെക്കാട്ടി കുറച്ചൊരു പൊടിക്ക് വ്യത്യാസത്തിൽ അത് കൊണ്ടുപോയി വെക്കാം. കണ്ടാലും ഇങ്ങനെ കറക്റ്റ് 3D ഷേപ്പ് പോലെ. അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റോറി ട്രിക്കിലേക്ക് പോവാം. നമ്മൾ ആദ്യം നല്ലൊരു ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് അനുയോജ്യമായൊരു ക്യാപ്ഷൻ കൊടുക്കണം കേട്ടോ. അതിന് ഞാൻ ടെക്സ്റ്റ് ടൂൾ ഓപ്പൺ ചെയ്യുകയാണ്. ടെക്സ്റ്റ് ടൂൾ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊരു, ഞാനിപ്പോൾ ഇവിടെ ഗ്രീനാണ് കൊടുക്കുന്നത്. നമ്മളോരോ അക്ഷരങ്ങളായിട്ടേക്കാരം എഴുതേണ്ടി വരിക, ഓരോ അക്കങ്ങളായിക്കാരം എഴുതേണ്ടത്. അതിന് ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുക്കണം. അതിന് രണ്ട് ഡോട്ടുള്ള ആ ഏരിയയിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നതിന് കാണാൻ സാധിക്കും. ഓരോ അക്ഷരങ്ങൾക്കും അതിന് അനുയോജ്യമായ രീതിയിലുള്ള കളറും ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് എപ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. നമ്മളിട്ടിരിക്കുന്ന ഫോട്ടോയ്ക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ട്രിക്കിലേക്ക് പോകാം. നമ്മൾ മൂന്നാമത്തെ ട്രിക്ക് പറഞ്ഞാൽ ജിഫ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റിക്കർ ഓപ്ഷനിൽ പോയാണ്ട് ജിഫ് സെലക്ട് ചെയ്യണം. അതിൽ ഒരുപാട് കളേഴ്സ് വരുന്ന ഏതെങ്കിലും ജിഫ് ഉണ്ടെങ്കിൽ അത് ഫുൾ സ്ക്രീനിൽ നമ്മളെ സ്ക്രീനിൽ ഫുള്ളാക്കി വെക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഡിസ്ക്രൈബ് ചെയ്യാം. ശേഷം ഗാലറിയിൽ നിന്ന് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. ശേഷം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്തത് ആ കളർ സ്ക്രീൻ മൊത്തം നന്നായിട്ട് കാണാൻ സാധിക്കും. ശേഷം ഇറേസർ ടൂൾ ഉപയോഗിച്ച് നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ വരച്ച് വെക്കുക. അപ്പോൾ കണ്ടില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഹലോ എന്ന് എഴുതുന്നത്. എനിക്ക് വലിയ ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ കഴിയും. നിങ്ങൾ എന്തായാലും തീർച്ചയായും ഒന്ന് പരീക്ഷ വെക്കുക. നല്ലൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.